എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം എന്ന ഭാഗം ശ്രീരാമ അഭിഷേക ആരംഭം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദമാർ ഇരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്നിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ട് അകതാരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴത് അങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ശ്രീരാമ അഭിഷേക ആരംഭം എന്ന ഭാഗമാണ്. ഒരു ദിവസം ദശരഥ മഹാരാജാവ് കുലഗുരുവായ സൂര്യവംശത്തിന്റെ അയോധ്യയുടെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ അരികിലേക്ക് എത്തുകയും അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയും ചെയ്യുകയാണ്. അല്ലയോ മഹാമുനെ, ഈ രാജ്യത്തിലുള്ള മുഴുവൻ ജനങ്ങളും ശ്രീരാമചന്ദ്രനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കും ശ്രീരാമചന്ദ്രനോടുള്ള വാത്സല്യം അളവറ്റതാണ് എന്നങ്ങേക്കറിയാം. തന്നെയുമല്ല, എന്റെ ഭാര്യമാർ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർ യാതൊരു വ്യത്യാസവും കൂടാതെ ശ്രീരാമചന്ദ്രനെ കുറിച്ച് അഭിമാനിക്കുകയും ശ്രീരാമചന്ദ്രനെ കുറിച്ചോർത്ത് സന്തോഷിക്കുകയും ചെയ്യുകയാണ്. ഞാൻ വാർദ്ധക്യത്തിലേക്ക് അടുക്കുകയാണ്. ഞാൻ ഒരു കാര്യം വല്ലാതെ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീരാമചന്ദ്രനെ യുവരാജാവാക്കി വാഴിക്കണം എന്ന് ഞാൻ അങ്ങയോട് അഭിപ്രായം പറയുകയാണ്. അങ്ങ് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ഉചിതമായി നിർവഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ സംഭരിച്ചിടണം. രാമനോടും നിൻ തിരുവടി വൈകാതെ സാമോദമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പംക്തികളെല്ലാം ഉയർത്തുക, ചാരുപതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്ക് ദിക്കുകളൊക്കെ മുഴങ്ങവേ. ദശരഥ മഹാരാജാവ് വസിഷ്ഠ മഹർഷിയോട് ശ്രീരാമചന്ദ്രന്റെ അഭിഷേകത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ എപ്രകാരം നിർവഹിക്കണം എന്ന്
തൻ്റെ അഭിപ്രായം പറയുകയാണ്. തുടർന്ന് ചെയ്യേണ്ടുന്ന ഓരോരോ കാര്യങ്ങളും മന്ത്രിയായ സുമന്ത്രരെ വിളിച്ച് ഏർപ്പാട് ചെയ്യുകയാണ് ദശരഥൻ. പുണ്യവാനായേ നടിയനതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജ. തൊൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. തൊൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനം ഭൂപതേ. ശ്രീരാമചന്ദ്രനെ കാണുന്നതിനു വേണ്ടി വസിഷ്ഠർഷി ചെല്ലുകയും ശ്രീരാമചന്ദ്രൻ വസിഷ്ഠ മഹർഷിയുടെ പാദ ആരാധന ചെയ്ത് നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം അറിയുന്ന കുലഗുരുവായ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്, അല്ലയോ നാരായണമൂർത്തിയായ ഭഗവാനെ, അങ്ങയുടെ തത്വം വിരിഞ്ചാത്മജനായ എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും അങ്ങയുടെ പാദകമലങ്ങളെ കാണാൻ സാധിക്കുന്നത് ജന്മസാഫല്യമായി കണക്കാക്കുന്നു. തന്നെയുമല്ല, അങ്ങയുടെ അവതാര ഉദ്ദേശത്തിന് കളമൊരുക്കുവാൻ നാളെ അഭിഷേകത്തിന് തയ്യാറെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിക്കുകയാണ് എന്ന് വസിഷ്ഠൻ സൂചിപ്പിക്കുകയാണ്. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണാം പിതാമഹനം ഭവാൻ. സർവേഷഗോചരനായി അന്തര്യാമിയായി സർവജഗത് യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനാൻ. തുടർന്ന് വസിഷ്ഠ മഹർഷി പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ഭൂമിദേവി ആർത്തിക്കിയാൽ ഈ ഭൂമിയിൽ അങ്ങ് ശ്രീരാമചന്ദ്രനായി ജനിച്ചിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് നാളെ അഭിഷേകത്തിന് തയ്യാറാവണം, വൈദേഹിയോടൊപ്പം ഉപവാസം ചെയ്യണം, മേദിനിയിൽ, അതായത് വെറും നിലത്ത് ശയനം ചെയ്യണം, ബ്രഹ്മചര്യത്തോടെ അങ്ങ് കഴിയണം. തന്നെയുമല്ല, വ്രതശുദ്ധിയെ പാലിച്ചുകൊണ്ട് ഞാൻ പറയുന്ന വിധിപ്രകാരം അങ്ങ് കാര്യങ്ങൾ അനുഷ്ഠിക്കണം എന്ന് മുനിശ്രേഷ്ഠൻ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ്. എല്ലാം അറിയുന്ന വസിഷ്ഠ മഹർഷി പോലും ഓരോരോ കാര്യങ്ങൾക്ക് താൻ വിധേയനാണ്, ഭഗവാന്റെ വിധിപ്രകാരം, ഭഗവാന്റെ നിയോഗപ്രകാരം താൻ വിധേയനാകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാനോട് ചില കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അരുൾ ചെയ്യുകയാണ്.
ഓരോരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോരോ തരത്തിലുള്ള നിയോഗങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത് നാമൊക്കെ അനുസരിച്ചേ മതിയാവൂ എന്ന് വസിഷ്ഠ മഹർഷി ഇവിടെ പ്രത്യേകിച്ച് ശ്രീരാമചന്ദ്രനോട് സൂചിപ്പിക്കുകയാണ്. അഭിഷേകത്തിന്റെ വിഘ്നം നടത്തണമെങ്കിൽ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങണം. ആ ഒരുക്കം ശരിയായ വിധത്തിൽ നിർവഹിക്കുവാൻ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനോട് വളരെ വിനയപുരസ്സരം ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. സ്നേഹാദരങ്ങൾ.